നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് മിക്കവാറും കേരളത്തിലെ മണ്ഡലങ്ങളിലെല്ലാം ഓരോരോ രാഷ്ട്രീയ കക്ഷികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലരും പ്രചരണവുമായി മുന്നോട്ട് പോയിരിക്കുന്നു. ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും തത്വത്തിൽ ധാരണയായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പല സ്ഥാനാർത്ഥികളും പല മണ്ഡലങ്ങളിലും ഇതിനോടകം തന്നെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ ഇക്കുറി പല പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ശ്രീലേഖ IPSനെ BJP സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുന്നു. നാളെ ശ്രീലേഖയുടെ ചുമരെഴുത്ത് പ്രചരണത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ BJP അതിശക്തമായ ഒരു തിരിച്ചുവരവിന് അല്ലെങ്കിൽ കളം പിടിക്കുന്നതിന് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ BJP ഇക്കുറി നിയമസഭയിലേക്ക് ചുരുങ്ങിയത് 5 MLA-മാരെയെങ്കിലും എത്തിക്കും എന്നുള്ള വാശിയിൽ തന്നെയാണ്. തിരുവനന്തപുരത്ത് തീപാറുന്ന മത്സരം തന്നെയായിരിക്കും വട്ടിയൂർക്കാവിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മുൻപ് വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ BJPക്ക് 7000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് അവിടെ നിന്നുണ്ടായത്. K മുരളീധരനും കുമ്മനം രാജശേഖരനും തീപാറുന്ന മത്സരം തന്നെയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇക്കുറി കഥ മാറുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീലേഖ IPS മത്സരത്തിനിറങ്ങുമ്പോൾ കോർപ്പറേഷൻ ചെയർപേഴ്സൺ സ്ഥാനമായിരുന്നു ശ്രീലേഖയ്ക്ക് വാഗ്ദാനം നൽകിയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അവസാന നിമിഷത്തിൽ VV രാജേഷിലേക്ക് ചെയർമാൻ സ്ഥാനം പോകുന്നു, കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം പോകുന്നതാണ് കണ്ടത്. ഇതിൽ ശ്രീലേഖ IPS വളരെ ഖിന്നയായിരുന്നു എന്നുകൂടി അറിയപ്പെടുന്നു. എന്നാൽ ശ്രീലേഖയുമായി പാർട്ടി ഒരു ഒത്തുതീർപ്പ് അന്നേ തന്നെ വ്യവസ്ഥ വച്ചിട്ടുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് എ ക്ലാസ് മണ്ഡലം BJPയുടെ ശ്രീലേഖയ്ക്ക് മത്സരിക്കുവാൻ വേണ്ടി ഒഴിച്ചിടുന്നു എന്നുള്ളതായിരുന്നു ആ ധാരണ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഏതാണ്ട് ശരിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് കവടിയാറിലാണ് ശ്രീലേഖ താമസിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണ് അവരുടെ സമ്മതിദാനാവകാശം ഉള്ളത്. എന്നാൽ ശ്രീലേഖയ്ക്ക് എതിരായി വരുന്നത് വട്ടിയൂർക്കാവിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായ VK പ്രശാന്തൻ തന്നെയാണ്. ശ്രീലേഖ കൗൺസിലറായി, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കൗൺസിലർ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ആ കെട്ടിട സമുച്ചയത്തിൽ VK പ്രശാന്തന്റെ ഓഫീസ് ഒഴിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു നീക്കമെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു, ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. VK പ്രശാന്തൻ തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി ശ്രീലേഖ IPS-ഉം K മുരളീധരൻ തന്നെ വട്ടിയൂർക്കാവിൽ UDF-നെ പ്രതിനിധീകരിച്ചെത്തുമ്പോൾ ത്രികോണ മത്സരം അക്ഷരാർത്ഥത്തിൽ വട്ടിയൂർക്കാവിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെയായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ചുമരെഴുത്തുകൾ പോലും നേമത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കഴക്കൂട്ടത്ത് V മുരളീധരൻ മത്സരിക്കും. പാലക്കാട് BJPയുടെ ഗർജിക്കുന്ന സിംഹണി, കേരളത്തിന്റെ ഝാൻസി റാണി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ ഇറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശൂരിൽ കേരളം ആദരവോടുകൂടി എന്നും ലീഡർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തിരുന്ന കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയായിരുന്ന മൺമറഞ്ഞ K കരുണാകരന്റെ മകൾ അടുത്തയിടെ കോൺഗ്രസിൽ നിന്നും BJPയിൽ എത്തിയ പത്മജ വേണുഗോപാൽ BJPയെ പ്രതിനിധീകരിച്ച് തൃശൂരിൽ നിയമസഭയിലേക്ക് മത്സരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഏതാണ്ട് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഇക്കുറി BJP അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നു. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPS തന്നെ BJPക്ക് സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇക്കുറി ഇടതുപക്ഷത്തെ നിരപ്പാക്കി ഭരണം പിടിക്കുവാൻ UDF അശ്വമേധം നടത്തുന്ന സാഹചര്യത്തിൽ BJP കൂടി തങ്ങളുടെ കരുത്ത് തെളിയിച്ചുകൊണ്ട് നിയമസഭയിൽ ഉണ്ടാകും എന്നുള്ള ഒരു വിളംബരം മോദിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നത്. എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിണറായി വിജയൻ നയിക്കുന്ന CPM തകർന്നടിയുമോ അതോ UDF ഭരണം പിടിക്കുമോ? UDF-ന്റെ മുഖ്യമന്ത്രി നാളെ കേരളം ഭരിക്കുമോ? BJP എത്ര സീറ്റ് നേടും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.